രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഒരു ദിനം സന്ധ്യമയങ്ങിടവേ ഒരു സ്വപ്നത്തിൽ ഞാൻ മയങ്ങിടവേ ഒരു കുഞ്ഞിക്കോണമുടുത്തും കൊണ്ട് ഒരു ശ്യാമസുന്ദരൻ മുന്നിലെത്തി. തോളറ്റം വീണു കിടക്കും കൂന്തൽ താളത്തിലാടുന്നു അങ്ങുമിങ്ങും. താമര തോൽക്കുന്ന കണ്ണുകളോ തേടുന്നു താരാട്ടിൻ താളലയം. ചെമ്മേയടുത്തേക്കു വന്നിട്ടവൻ ചാരത്തായി മെല്ലെ കിടന്നിടുന്നു. ചെഞ്ചുണ്ടു ചൊല്ലുന്നു അച്ഛനെന്ന് ചേർത്തു പിടിക്കുന്നു ഞാനുമപ്പോ. പാടുക താരാട്ടിനീണമച്ഛ പാടുക നീലാംബരി രാഗത്തിൽ. പാടുവാൻ പാടായി ഞാൻ കുഴങ്ങി പാൽച്ചുണ്ടിൽ പുഞ്ചിരി നൃത്തം വച്ചു. രാരീരാരോ രാരോ പാടുന്നു ഞാൻ രാഗവും താളവുമില്ലാതെ ഞാൻ. താരാട്ടിലെന്നൂടെ ഒപ്പമുണ്ണി താളം പിടിക്കുന്നു മോദമോടെ. പാട്ടുകേട്ടുണ്ണിയോ മൂളിടുന്നു പെട്ടെന്നു കൺകളടച്ചിടുന്നു. ഉണ്ണിയുറങ്ങി ഞാൻ മെല്ലെ മെല്ലെ ഉള്ളത്തിൽ ആനന്ദം താളം കൊട്ടി. ഞെട്ടിയുണർന്നു ഞാൻ നോക്കിയിടവേ കുട്ടനെ കാണുന്നതില്ല എങ്ങും. കട്ടിലിൻ ചാരത്തായി കണ്ടു ഞാനും വെട്ടിത്തിളങ്ങുന്ന പീലിയൊന്ന്. പിറ്റേന്നു ക്ഷേത്രത്തിൽ പോയ നേരം കറ്റക്കാർവർണ്ണനെ നോക്കി നിൽക്കേ. ഇന്നലെ കണ്ടൊരാ ഉണ്ണിയെ പോൽ ഇന്നിതാ പൊട്ടിച്ചിരിപ്പു കണ്ണൻ. പൂന്താനപ്പാനയൻ ഹൃത്തടത്തിൽ പൂന്തേനായി മെല്ലെ നിറഞ്ഞിടുന്നു. ഉണ്ണിയായി കണ്ണനൻ ഒപ്പമുണ്ടേ. ഉണ്ണികൾ മക്കളായി വേറെ വേണു. പൂന്താനപ്പാനയൻ ഹൃത്തടത്തിൽ പൂന്തേനായി മെല്ലെ നിറഞ്ഞിടുന്നു. ഉണ്ണിയായി കണ്ണനൻ ഒപ്പമുണ്ടേ. ഉണ്ണികൾ മക്കളായി വേറെ വേണു. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണോ രക്ഷതു മാം ചരാചര ഗുരു കൃഷ്ണം
നമസ്യേ സദാ കൃഷ്ണേനൈവ സുരക്ഷിതോ നമസഖി കൃഷ്ണായ ദത്തം മന കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം കൃഷ്ണേ ഭക്തിരതഞ്ജലാസ്തു ഭഗവൻ ഹേ കൃഷ്ണ തുഭ്യം നമഃ. കണ്ണുകൾ നൽകിയ കണ്ണനോടെന്തേ ഞാൻ കണ്ണിറഞ്ഞു നന്ദി ചൊല്ലിയില്ല. കണ്ണിറയെ നിന്റെ കമനീയ രൂപത്തെ കാണുവാനെന്തേ ഞാൻ മോഹിച്ചില്ല. കുറ്റമതെന്റേതു മാത്രമല്ലോ കണ്ണ കറ്റക്കാർ വന്നാനി മാപ്പാക്കണേ. കുറ്റമതെന്റേതു മാത്രമല്ലോ കണ്ണ കറ്റക്കാർ വന്നാനി മാപ്പാക്കണേ. കാതുകൾ നൽകിയെനിക്കു നീ കാർവർണ്ണ കാരുണ്യരൂപാനിൻ കഥകൾ കേൾക്കാൻ. കേട്ടതുമത്രയും കാലുഷ്യ കഥകളെ കണ്ണന്റെ കഥ കേൾക്കാൻ ദാഹിച്ചില്ല. കുറ്റമതെന്റേതു മാത്രമല്ലോ കണ്ണ കറ്റക്കാർ വന്നാനി മാപ്പാക്കണേ. നാവേനിക്കേകി നീ നാരായണ നിന്റെ നാമങ്ങൾ ഉച്ചത്തിൽ ചൊല്ലിടുവാൻ. നാണത്താൽ നാവുണർന്നില്ല പലപ്പോഴും നാമം ജപിക്കാതെ നാൾ കഴിച്ചു. കുറ്റമതെന്റേതു മാത്രമല്ലോ കണ്ണ കറ്റക്കാർ വന്നാനി മാപ്പാക്കണേ. കൈകളെനിക്കേകി നിൻ പൂജ ചെയ്യുവാൻ കൈവല്യരൂപ മറന്നുപോയി ഞാൻ. കൈകളാൽ വൈകല്യമേറെ നടത്തി ഞാൻ കൈശോരബാല ജഗന്നീവാസ. കുറ്റമതെന്റേതു മാത്രമല്ലോ കണ്ണ കറ്റക്കാർ വന്നാനി മാപ്പാക്കണേ. കുറ്റമതെന്റേതു മാത്രമല്ലോ കൃഷ്ണ കറ്റക്കാർ വന്നാനി മാപ്പാക്കണേ. കാലുകൾ രണ്ടുമേനിക്കെങ്കിലും കാൽ വച്ചതില്ല പ്രദക്ഷിണമായി. കാലാരി പൂജിത നിന്നെ ഭജിച്ചില്ല കാലക്കേടൊട്ടുമേ തീർന്നതില്ല. കുറ്റമതെന്റേതു മാത്രമല്ലോ കണ്ണ കറ്റക്കാർ വന്നാനി മാപ്പാക്കണേ. കുറ്റമതെന്റേതു മാത്രമല്ലോ കണ്ണ കറ്റക്കാർ വന്നാനി മാപ്പാക്കണേ. എന്നിട്ടുമൊട്ടും പരിഭവമില്ലാതെ എന്നെ നീ കാത്തല്ലോ വാതനാഥ. എന്നിട്ടുമൊട്ടും പരിഭവമില്ലാതെ എന്നെ നീ കാത്തല്ലോ വാതനാഥ. എങ്കിലും നിൻ മുന്നിലെത്തുമ്പോഴൊക്കെ എത്ര പരിഭവം ഞാൻ പറഞ്ഞു. കുറ്റമതെന്റേതു മാത്രമല്ലോ കണ്ണ കറ്റക്കാർ വന്നാനി മാപ്പാക്കണേ. കുറ്റമതെന്റേതു മാത്രമല്ലോ കണ്ണ കറ്റക്കാർ വന്നാനി ഭക്തിയേകൂ.
കറ്റക്കാർ വന്നാനി ഭക്തിയേകൂ, നാമം ജപിക്കുവാൻ ശക്തിയേകൂ, നാമം ജപിക്കുവാൻ ഭക്തിയേകൂ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഭഗവാന്റെ അവതാരങ്ങളിൽ ഭാഗവതത്തിൽ ആദ്യം വളരെ വിസ്തരിച്ചു പറയുന്ന അവതാരം വരാഹാവതാരമാണ്. വരാഹമൂർത്തിയുടെ അവതാര രംഗം നമ്മളിപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിച്ചു. ഭാഗവതം സംവാദ രൂപത്തിലാണ്. ശ്രോതാവിൻ്റെ താല്പര്യമനുസരിച്ച് വക്താവ് കഥ പറയുന്ന ഒരു രീതി, അല്ലെങ്കിൽ ശ്രോതാവിൻ്റെ ചോദ്യത്തിനനുസരിച്ച് മറുപടി പറയുന്ന ഒരു രീതി. അതുകൊണ്ടാണ് ഇവിടെ സ്വയംഭൂമനുവിൻ്റെ വംശം വർണ്ണിച്ചപ്പോൾ മനു താമസിക്കാൻ ഇടവില്ലാതെ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചതും ആ ബ്രഹ്മാവ് പ്രാർത്ഥിച്ചപ്പോൾ ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥനയെ സാർത്ഥകമാക്കിക്കൊണ്ട് ബ്രഹ്മേശനായ ഭഗവാൻ വരാഹമൂർത്തിയായിട്ട് അവതരിച്ചു. മുക്കത്ത് മണ്ണുണ്ട വെച്ചു നാമം എന്ന് ഊഞ്ഞാൽപ്പാട്ടിൽ പറയുന്നത് പോലെ വളരെ ലാഘവത്തോടുകൂടി ഭൂമിദേവിയെ തൻ്റെ തേറ്റമേൽ ഉയർത്തിക്കൊണ്ടുവന്നു ഭഗവാൻ. തൃതീയ സ്കന്ധത്തിൽ 13-ാമത്തെ അധ്യായത്തിലാണ് ഇത് കേൾക്കുന്നത്. നാം കേട്ടിട്ടുള്ള ഒരു രീതി അനുസരിച്ച് മത്സ്യകൂർമ്മ വരാഹോ നരഹരി വാമന ഭാർഗവ രഘുവീര ബലഭദ്ര അച്യുത കൽക്കിയതായിട്ട് അവതാരം ചെയ്തവനെ ജയ ജയ എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷെ മത്സ്യാവതാരം 4-ാമത്തെ ദിവസം ഉച്ചയോടുകൂടി അഷ്ടമസ്കന്ധത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിലാണ് നമ്മൾ കേൾക്കുക. അതിന് മുമ്പായിട്ടാണ് കൂർമാവതാരം കേൾക്കുന്നത്. കൂർമാവതാരം കഴിഞ്ഞ് വാമനാവതാരവും കഴിഞ്ഞിട്ടാണ് മത്സ്യാവതാരം. അപ്പോൾ ഒരർത്ഥത്തിൽ ഭഗവാന്റെ അവതാരങ്ങൾക്ക് കൃത്യമായൊരു ക്രമമൊന്നും നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ല. അങ്ങനെയാണ് ഒരു രീതി എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. ഇവിടെ തൃതീയ സ്കന്ധത്തിൽ വരാഹാവതാരം വർണ്ണിച്ചു. ദ്വിതീയ സ്കന്ധത്തിൻ്റെ ആദ്യത്തിൽ ആരെയാണ് ജപിക്കേണ്ടത്, ആരെയാണ് കേൾക്കേണ്ടത്, ആരെയാണ് സ്മരിക്കേണ്ടത്, ആരെയാണ് നിത്യം ഭജിക്കേണ്ടത് എന്നൊക്കെയുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു, തസ്മാത് ഭാരത സർവാത്മാ ഭഗവാൻ ഈശ്വരോ ഹരി. അല്ലയോ പരീക്ഷിത്ത്, ഹേ ഭാരത വിളിക്കുകയാണ് ശ്രീശുക ബ്രഹ്മർഷി. ശ്രോതവ്യ കീർത്തിതവ്യശ്ച സ്മർത്തവ്യശ്ചേക്ഷതാഭയം എന്നാണ്. അതുകൊണ്ട് ആ ജഗത്തിൻ്റെ മുഴുവൻ നിയന്താവായിരിക്കുന്ന ആ ഹരിയെയാണ് എന്നെന്നും കേൾക്കേണ്ടത്, കീർത്തിക്കപ്പെടേണ്ടത്, സ്മരിക്കപ്പെടേണ്ടത്. പറഞ്ഞു, സാഖ്യയോഗങ്ങൾ കൊണ്ടും സ്വധർമാനുഷ്ഠാനം കൊണ്ടും സാധിക്കാൻ കഴിയുന്ന പരമമായ ലാഭം, ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി. അവസാനത്തിൽ ഭഗവാനെ സ്മരിക്കാൻ കഴിയുക എന്നുള്ളതാണ് പരമമായ ലാഭം, പരമമായ നേട്ടം. എന്നാൽ അവസാനത്തിൽ വിളിച്ചാൽ പോരെ എന്നാണെങ്കിൽ അവസാനം എപ്പോഴാണ് എന്നറിയാത്ത നമ്മളെപ്പോലുള്ള സാധാരണ ആളുകൾക്ക് എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ വീണ്ടും സംശയമായി, നാമം എല്ലാ സമയത്തും ജപിക്കാൻ പാടുണ്ടോ? ശുദ്ധമല്ലാത്ത സമയത്ത് നാമം ജപിക്കാൻ പാടുണ്ടോ? ശുദ്ധമല്ലാത്ത സമയത്ത് നാമം ജപിക്കാനേ പാടില്ല. ഇതെങ്ങനെ ശരിയാവും എന്നാണെങ്കിൽ എപ്പോഴാണോ നാമം ജപിക്കണം എന്ന ഒരു മോഹം, ഒരു ദാഹം മനസ്സിലുദിക്കുന്നത് അന്ന് അയാൾ ശുദ്ധനായി എന്നാണ്. മറ്റ് ദേഹശുദ്ധി തുടങ്ങിയ മറ്റ് ശുദ്ധികൾക്കൊക്കെ ഉപരിയായിട്ടുള്ള മനഃശുദ്ധിക്ക് കാരണമാണ് ഭഗവത് നാമം ജപിക്കാനുള്ള തോന്നൽ. പക്ഷേ ഈ തോന്നൽ എളുപ്പമുണ്ടാകുമെന്ന് ചോദിച്ചാൽ വളരെ 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 ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ചും കലിയുഗത്തിൽ വളരെ എളുപ്പമാണ് ഭഗവത് നാമം ജപിച്ച് മോക്ഷം നേടാൻ എന്നാണെങ്കിൽ പോലും ആ നാമം ജപിക്കാനുള്ള ഒരു പരിതസ്ഥിതി നമുക്കുണ്ടാവണമെങ്കിൽ, അനുകൂലമായൊരു സാഹചര്യം ഉണ്ടാവണമെങ്കിൽ ഭഗവാന്റെ, സജ്ജനങ്ങളുടെ, ഗുരുപരമ്പരകളുടെ, മാതാപിതാക്കളുടെ ഒക്കെ അനുഭവമായ അനുഗ്രഹം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. കാരണം നമുക്കറിയാം, നാമം ജപിച്ച് തുടങ്ങുമ്പോഴേക്കും പല രീതിയിലുള്ള പല ബന്ധപ്പാടുകൾ നമ്മളെ പിടിച്ചു വലിക്കും. അമ്പലത്തിൽ വന്ന് നാമം ജപിക്കാമെന്ന് വിചാരിച്ചാൽ തന്നെ അപ്പോഴേക്കും കൂട്ടുകാരെ കാണുകയായി, നാട്ടുകാരെ കാണുകയായി, വീട്ടുകാരെ കാണുകയായി, വിശേഷങ്ങൾ പറയുകയായി, നാമം ജപിക്കാൻ നേരമില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ. പറഞ്ഞിട്ട് കാര്യമില്ല, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു രീതിയാണ്. അമ്പലത്തിൽ വന്നാൽ പോലും മറ്റ് കാര്യങ്ങളൊക്കെ സംസാരിക്കാനാണ് ആളുകൾക്ക് താല്പര്യം.
മറിച്ച് ഭഗവാന്റെ കഥകളെക്കുറിച്ചോ അല്ലെങ്കിൽ നാമം ജപിക്കുക അങ്ങനെയൊക്കെ വളരെ 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 കുറവാണ് ആളുകളിൽ പലർക്കും. നാം അടക്കമുള്ള നമ്മൾ ഓരോരുത്തർക്കും, ഞാൻ എന്ന് പ്രത്യേകം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഒരു പ്രത്യേകതയൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ പറയുന്നു, ആദ്യം തന്നെ ജപിച്ച് ശീലിച്ചാൽ അവസാനത്തിൽ ഭഗവാനെ വിളിക്കാൻ സാധിക്കും. അജാമിളന്റെ കഥ ഇനി നമ്മൾ ഷഷ്ഠസ്കന്ധത്തിൽ കേൾക്കുമ്പോൾ അജാമിളന് അവസാനത്തിൽ നാരായണനെ വിളിക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? അദ്ദേഹം കുട്ടിക്കാലത്ത് ഭഗവത് ഉപാസന ചെയ്തു. പിന്നെ അദ്ദേഹത്തിനുണ്ടായ പുത്രന് നാരായണൻ എന്ന് പേരിട്ടു. ആ ഉണ്ണിയെ നാരായണ എന്ന് വിളിക്കുകയും ചെയ്തു. നമ്മളൊക്കെ പേരിടാറുണ്ട്, പക്ഷേ വിളിക്കാറാകുമ്പോഴേക്കും നമുക്ക് ഭഗവാന്റെ നാമം നമ്മുടെ നാവിന് രുചിക്കില്ല. മറിച്ച് എന്തൊക്കെയോ അക്ഷരങ്ങൾ ചേർത്ത് വെച്ച് നമ്മൾ എന്തൊക്കെയോ വിളിക്കും. സ്നേഹം കൊണ്ടാണെന്നാണ് പറയണത്. ടുട്ടു, കുക്കു, കുക്കു എന്നൊക്കെ പലതും വിളിച്ചുകൊണ്ടിരിക്കും. എന്നാൽ നല്ല പേരുകളുണ്ടാവും. ഇതല്ല ശരിക്കുള്ള പേര്, പക്ഷെ അത് ഞങ്ങൾ വിളിക്കില്ല. ദേവി എന്നോ അല്ലെങ്കിൽ കല്യാണി എന്നോ അല്ലെങ്കിൽ രാമനെന്നോ കൃഷ്ണനെന്നോ നാരായണനെന്നോ ഒക്കെ നല്ല പേരുകളുണ്ടാവും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് വിളിക്കാൻ നമ്മുടെ ആ അഭിമാനം സമ്മതിക്കില്ല. നാരായണൻ എന്നൊക്കെ പേരിട്ടിട്ട് വിളിക്കുക അയ്യേ എന്ന് തോന്നും. കല്യാണി എന്ന് അമ്മയുടെ ആ ഭഗവതിയുടെ പേരാണെങ്കിൽ പോലും കല്ലു എന്ന് വിളിച്ച് കേവലം കല്ലായി കാണാനാണ് നമുക്ക് താല്പര്യം. ഇതിനൊക്കെയാണ് അവസ്ഥ. അജാമിളൻ നോക്കൂ, മഹാഭാഗ്യവാനാണ്. അദ്ദേഹം നാരായണ എന്ന് വിളിച്ചു. ആ നാരായണൻ ആ വിളി കേൾക്കുകയാണ്. ഒക്കത്തിരിക്കുന്ന ഉണ്ണിയെ ഉദ്ദേശിച്ചാണ് വിളിച്ചതെങ്കിലും ഒക്കത്തിരിക്കുന്ന ഉണ്ണിയാണിത് കേട്ടത് എന്ന് പറയാറുണ്ട്, അല്ലേ? ഒക്കത്ത് വെച്ച് നടക്കുന്ന, ഒക്കത്തിരിക്കുന്ന ഉണ്ണിയെ വിളിച്ചു. പക്ഷേ ഒക്കത്തിരിക്കുന്ന ഉണ്ണി ആ വിളി കേട്ടു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഭഗവത്പാദങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത്. അപ്പൊ അതുകൊണ്ട് അവസാനത്തിലാവാം എന്ന് വിചാരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നമ്മളൊക്കെ വിചാരിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ എനിക്ക് പല തിരക്കുകളാണ്, ജോലിയുടെ തിരക്കുണ്ട്, ആ തിരക്കുണ്ട്, ഈ തിരക്കുണ്ട്, റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടാവാം എന്ന് വിചാരിക്കും. റിട്ടയർമെന്റ് കഴിയുമ്പോഴേക്കും അതിൻ്റെതായിട്ടുള്ള തിരക്കുകളായി. പിന്നെ ചെവി വേണ്ട പോലെ കേൾക്കില്ല. അടുത്ത കതിര പൊട്ടിയാലും എന്താ പുക എന്ന് ചോദിക്കുന്ന അവസ്ഥയായിട്ടുണ്ടാവും. കണ്ണ് കാണില്ല, നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ. ഇങ്ങനെയുള്ള അവസ്ഥയിലല്ല വേണ്ടത്. ഇന്ദ്രിയങ്ങൾക്ക് ശക്തിയുള്ള സമയത്ത് ഭഗവാനെ ആരാധിക്കണം. നാണം വിട്ട് നാമം ജപിക്കാറാവണം. പ്രഹ്ലാദൻ നമുക്ക് പറഞ്ഞു തരുന്നത് അതാണ്. കൗമാര ആചരേ പ്രാജ്ഞാം ധർമാൻ ഭാഗവതാനിഹാ ദുർലഭം മാനുഷം ജന്മം. പക്ഷേ നമുക്ക് അതൊക്കെ അവസാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നൊരു ചിന്ത നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളെ ഒന്നും സപ്താഹത്തിനൊന്നും കൊണ്ടുവരാറില്ല. അവർക്കും താല്പര്യമില്ല, നമുക്കും താല്പര്യമില്ല. നമ്മളിപ്പോൾ ഒരു ടൂറ് പോവുകയാണ്, അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോവുകയാണ്, മറ്റെന്ത് ആവശ്യത്തിനായിക്കോട്ടെ, കുട്ടികൾ ഇല്ല എന്ന് പറഞ്ഞാലും അങ്ങനെ ഇവിടെ വെറുതെ ഇരിക്കേണ്ട, പോവുക എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ചു കൊണ്ടുവരും. എന്തായാലും സപ്താഹത്തിനോ നീ വരുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ ഏതായാലും പോവുകയാണ് എന്ന് പറഞ്ഞ് അവരെങ്കിലും വരും, ഭാഗ്യം. അപ്പം അതുകൊണ്ട് ജന്മലാഭം പരപ്പം സാമന്തേ നാരായണ സ്മൃതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവസാനത്തിൽ വിളിക്കാം എന്ന് വിചാരിച്ച് സമയം കളഞ്ഞാൽ അവസാനത്തിൽ വിളിക്കാൻ സാധിക്കില്ല. ഒരു കഥ, വളരെ ധനികനായ ഒരു വ്യാപാരിയാണത്രേ. അദ്ദേഹത്തിന് കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുളിക്കാനുള്ള സമയം പോലുമില്ല. അത് കഴിയുമ്പോഴേക്കും ഓടണം. കടയിൽ ഒരുപാട് തിരക്കുകളുണ്ട്, പണം വാങ്ങി പെട്ടിയിലിടണം. ഉച്ചയ്ക്ക് ചിലപ്പോൾ വന്നാലായി. കാരണം ചിലപ്പോൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് എന്തെങ്കിലും കൊടുത്തയക്കും, അത് നിന്നോ ഇരുന്നോ കിടന്നോ എങ്ങനെയെങ്കിലും അകത്തേക്കാക്കും. ധനം ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. പക്ഷേ അദ്ദേഹം എപ്പോഴോ ഒരിക്കൽ ഭാഗവതം കേട്ടപ്പോൾ ഭഗവാന്റെ നാമം കുട്ടികൾക്ക് പേരായിട്ടിട്ട് കഴിഞ്ഞാൽ അവസാനത്തിൽ വിളിക്കാം എന്ന് വിചാരിച്ച് അദ്ദേഹം കുട്ടികൾക്ക് രാമൻ, കൃഷ്ണൻ, ശങ്കരൻ, പരമേശ്വരൻ എന്നൊക്കെ പേരുകളൊക്കെ ഇട്ടു. അവസാനത്തിൽ വിളിക്കാം എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അവസാനം അപ്പോഴും വിളിച്ചിട്ടില്ല. സന്ധ്യാസമയത്തൊക്കെ വലിയ തിരക്കുള്ള കടയാണ്. മക്കളാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഊർധ്വൻ വലിച്ചു തുടങ്ങിയെന്ന് മനസ്സിലായി കുട്ടികൾക്ക്. അവർ 5:30-6 മണിക്ക് ആകുമ്പോഴേക്കും കടയടച്ച് അച്ഛൻ്റെ അടുത്തേക്ക് ഓടി വന്നു. കാരണം അച്ഛൻ പോവുകയായി. ഇനി എന്തെങ്കിലും ചെയ്തു കൊടുക്കാനുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കണം. അച്ഛൻ ഇങ്ങനെ മലന്ന് കിടക്കുന്നു. 4 കുട്ടികൾ 4 വശത്തുമായിട്ട് വന്ന് നിന്നു. മുമ്പിലെ ക്ലോക്കിൽ ആ 6 മണി കഴിഞ്ഞ് 6:30 അടുത്തേക്ക് ഇങ്ങനെ സൂചി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ്റെ കണ്ണിങ്ങനെ തുറന്ന് കുറേശ്ശെ കാണാൻ സാധിക്കേണ്ട സമയം 6:30 കുട്ടികളുടെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ അവരിങ്ങനെ വളരെ വിഷമിച്ച് അച്ഛൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അപ്പം അച്ഛനിങ്ങനെ ആ വാക്കുകൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്നില്ല. എങ്കിലും ചോദിച്ചു, കടയിൽ ആരാണ് എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, കടയിൽ ആരുമില്ല, നിങ്ങൾ കട അടച്ചു പോകുന്നു.
അച്ഛനിങ്ങനെ വയ്യാതിരിക്കില്ല, അത് കാരണം കട അടച്ചു പോകുന്നു എന്ന് കേട്ടതോടുകൂടി ഒരു വലിയ അയ്യോ കഴിഞ്ഞു, വിളിക്കാൻ പറ്റിയില്ല. രാമനും കൃഷ്ണനും ശങ്കരനും പരമേശ്വരനൊക്കെ അടുത്ത് നിന്നെങ്കിലും അവരെ വിളിക്കാനായിട്ട് സാധിച്ചു. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇവിടെ ശിശുബ്രഹ്മർഷി പറയുന്നു, ഈ ജന്മലാഭപരപുംസ, ജന്മലാഭം എന്ന് പറയുന്നത് ഭഗവാനെ അന്ത്യത്തിൽ സ്മരിക്കാറാവുക. അന്ത്യത്തിൽ സ്മരിക്കാറാവുക എന്ന് പറഞ്ഞാൽ ആദ്യത്തിൽ വേണ്ട എന്നല്ല, ആദ്യം മുതലേ സ്മരിച്ചാലേ അവസാനത്തിൽ സ്മരിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം അധീതവാൻ ദ്വാപരാദോ പിതൃദ്വൈപായനാദഹം. എൻ്റെ അച്ഛനായ ആ ദ്വൈപായനിൽ നിന്ന് ഈ ഭാഗവത പുരാണത്തെ, ഭാഗവതം എന്നു പേരുള്ള പുരാണം, ഭാഗവതം നാമ പുരാണം, ഭാഗവതം നാമപുരാണം, നാമത്തിന് പ്രാധാന്യമുള്ള ഭാഗവത പുരാണം, രണ്ട് നിലയ്ക്കും വ്യാഖ്യാനിക്കാറുണ്ട്. അങ്ങനെയുള്ള ഈ ഭാഗവതത്തെ എനിക്ക് കിട്ടി. അപ്പം ഞാൻ ശ്രീകൃഷ്ണൻ്റെ ദിവ്യലീലകളിൽ എൻ്റെ മനസ്സോട് ചേർന്നു ഈ ശ്രീമദ് ഭാഗവതത്തെ ഞാൻ വീണ്ടും 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 അധ്യയനം ചെയ്തു. ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ ഭഗവാനെ വിചാരിച്ചുകൊണ്ട് ഏകാഗ്രചിത്തനായി തപസ്സനുഷ്ഠിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന അനുഭൂതി അത് ഈ ഭാഗവതത്തിലൂടെ എനിക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് ഞാനിത് മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് കൂടി അനുഭൂതിദായകമാണെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ കേവലം തപസ് ചെയ്തിരിക്കാതെ ഈ ഭാഗവതത്തെ ലോകത്തിന് ലോകോപകാരാർത്ഥം പരോപകാരാർത്ഥമിതം എന്ന രീതിയിൽ ഞാനിതിനെ നിങ്ങൾക്കൊക്കെ പറഞ്ഞു തരുന്നു. അങ്ങ് സത്യത്തിൽ ഈശ്വരാംശഭൂതനാണ്. അതുകൊണ്ട് ഞാനിത് അങ്ങയ്ക്ക് ഉപദേശിക്കാം. ശ്രദ്ധയുള്ള ആളുകൾക്ക് ഇത് വേണ്ടതുപോലെ യസ്യ ശ്രദ്ധധാമാശു സ്യാന്മുകുന്ദേ മതിസ്വതി, ഭഗവാനിൽ മതിയുണ്ടാവും, ഭഗവാനിൽ ആ പരമമായ ഭക്തി ഉണ്ടാവും എന്ന് പറയുന്നു. ഭഗവാന്റെ ആ നാമ കീർത്തനങ്ങൾ അത് കാമികൾക്കും വിരക്തന്മാരായിട്ടുള്ള സാധകന്മാർക്കും സിദ്ധന്മാർക്കും അഭയമരുളുന്നതാണ്, അതിവൈശിഷ്ട്യമുള്ളതുമാണ്. ആഗ്രഹമുള്ളവർക്ക് സകാമന്മാർക്കും നിഷ്കാമന്മാർക്കും ഒരേപോലെ യോജിച്ചതാണ്. ആഗ്രഹിക്കുന്നത് തരും, ആഗ്രഹിക്കാത്തത് കൂടി തരും ഭഗവാൻ എന്ന് പട്ടേരിപ്പാട് പറയുന്നുണ്ട്, അല്ലെ? അനഭ്യർത്ഥിതാനപി എന്നാണ് ഭഗവാനാകുന്ന കൽപ്പവൃക്ഷത്തിന്റെ പ്രത്യേകത. ദേവേന്ദ്രന്റെ കൽപ്പവൃക്ഷം നമ്മൾ ആവശ്യപ്പെട്ടത് തരുന്നു എന്നല്ലാതെ. ഇവിടെ പറഞ്ഞു, അങ്ങക്ക് 7 ദിവസമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട. ഖട്വാങ്കൻ എന്ന രാജർഷി, അദ്ദേഹത്തിന് ഒരു മുഹൂർത്തം സമയം മാത്രമേ ഉള്ളൂ. ഒരു മുഹൂർത്തം എന്ന് പറഞ്ഞാൽ 40-45 മിനിറ്റ് അത്ര സമയമുള്ളൂ എന്ന് മനസ്സിലാക്കി ദേവലോകത്ത് നിന്ന് അദ്ദേഹം ഭൂമിയിലെത്തി എല്ലാം പരിത്യജിച്ച് ഭഗവാനെ അഭയം പ്രാപിച്ച് പരമമായ ഗതി നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അങ്ങക്ക് 7 ദിവസങ്ങളോ അങ്ങക്ക് അത് ഞാൻ വേണ്ടതുപോലെ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ഭഗവാന്റെ അതിദിവ്യമായ ആ സ്വരൂപത്തെ കൊണ്ട് തന്നെ ധ്യാനിച്ചു. പിന്നെ മുക്തിയുടെ 2 തരത്തിലുള്ള ഭാവങ്ങൾ, സദ്യോന്മുക്തി, ക്രമമുക്തി എന്നിങ്ങനെയുള്ള 2 തരത്തിലുള്ള ഭാവങ്ങളെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, തസ്മാൽ സർവാത്മനാരാജൻ ഹരി സർവത്ര സർവദാ ശ്രോതവ്യ കീർത്തിതവ്യശ്ച സ്മർത്തവ്യോ ഭഗവാൻ എന്നതാണ്. അതുകൊണ്ട് ആ ഭഗവാനായ ഹരി സകല സ്ഥലത്തും സർവപ്രകാരത്തിലും ജനങ്ങൾക്ക് കേൾക്കപ്പെടേണ്ടവരാണ്, കീർത്തിക്കപ്പെടേണ്ടവനാണ്, സ്മരിക്കപ്പെടേണ്ടവനാണ് എന്ന് പറയുന്നു. ഭഗവാന്റെ ലീലാമൃതം ആ കർമ്മങ്ങളിൽ വന്ന് നിറയുന്നത് ആരാണോ കേൾക്കുന്നത് അവർ എല്ലാ തരത്തിലുമുള്ള പാപങ്ങളിൽ നിന്ന് മോചിതരാകുന്നു, അവരുടെ അന്തഃകരണം ശുദ്ധമാകുന്നു, ഭഗവാന്റെ പാദങ്ങളിൽ അവർ വിലയം പ്രാപിക്കുകയും ചെയ്യുന്നു. വ്രജന്തി തച്ചരണ സരോരുഹാന്തികം, ആ പാദപത്മങ്ങളിൽ ചേരുന്നു എന്ന് പറയുന്നു. എന്നിട്ട് പിന്നെ പറഞ്ഞു, വിവിധ ദേവതകളുടെ ആരാധനാരീതികൾ, അല്ലെങ്കിൽ വിവിധ ദേവതകളെ ആരാധിച്ചാൽ എന്താണ് ലഭിക്കുക. ഐശ്വര്യം വേണ്ട ആളുകൾ ദുർഗാ ഭഗവതിയെ ആശ്രയിക്കണം, ബ്രഹ്മതേജസ് ആഗ്രഹിക്കുന്നവർ ബ്രഹ്മാവിനെ, ഇന്ദ്രിയ സാമർഥ്യം വേണ്ട ആളുകൾ ഇന്ദ്രനെ, സന്താനങ്ങളെ ആഗ്രഹിക്കുന്നവർ പ്രജാപതിമാരെ, പിന്നെ തേജസ് ആഗ്രഹിക്കുന്നവർ അഗ്നിയെ, ധനം ആഗ്രഹിക്കുന്നവർ അഷ്ടവസുക്കളെ, വീര്യം ആഗ്രഹിക്കുന്നവരെ രുദ്രന്മാരെ, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു. ദീർഘായുസിന് അശ്വനി ദേവന്മാര്, അതേപോലെ ദേഹപുഷ്ടിക്ക് ഭൂമിദേവി, ഇങ്ങനെ ഓരോന്നും പറഞ്ഞു. സൗന്ദര്യം വേണമെങ്കിൽ ഗന്ധർവന്മാര്. ഏറ്റവും ഒടുവിൽ പറഞ്ഞു, ഇനി ഒന്നും ആഗ്രഹിക്കാത്ത ആളുകളും
എല്ലാം ആഗ്രഹിക്കുന്ന ആളുകളും, രണ്ട് തരത്തിലുള്ള ആഗ്രഹിക്കുന്ന ആളുകളും, ഒന്നിലും ആഗ്രഹമില്ലാത്ത പരമഭക്തനും സർവവും ആഗ്രഹിക്കുന്നവരും മോക്ഷം ആഗ്രഹിക്കുന്ന ഉദാരബുദ്ധിയും എന്ത് വേണം? ഭഗവാനെ ആശ്രയിക്കണം. അകാമ സർവകാമോവ മോക്ഷകാമ ഉദാരധി. അകാമൻ, സർവകാമി, മോക്ഷകാമി, ഈ മൂന്ന് തരത്തിലുള്ള ആളുകളും തീവ്രേണ ഭക്തിയോഗേന, തീവ്രമായ അതിനിഷ്ഠയോടുകൂടിയുള്ള ഭക്തിയോഗം കൊണ്ട് ഭഗവാനെ ആശ്രയിക്കുകയാണ് വേണ്ടത് എന്നും പറയുന്നു. ഇങ്ങനെ ആ ഭഗവാനെ ആശ്രയിക്കാതിരിക്കുന്നവരുടെ അവസ്ഥ നമ്മളിപ്പോൾ ഒരു കീർത്തനമായിട്ട് ചൊല്ലി, കണ്ണ് കിട്ടിയിട്ട് കണ്ണുപയോഗിച്ചില്ല. അപ്പൊ ഈ കണ്ണ് എന്തിനു തുല്യാണെന്നാണ് പറയുന്നത്? ഭഗവത് വിഗ്രഹങ്ങളെ കാണാനായിട്ട് യോജിക്കുന്നത് അല്ലെങ്കിൽ ആ കണ്ണ് കേവലം മയിൽപ്പീലി കണ്ണ് പോലെയാണ്. കണ്ണ് എന്ന് പേരുണ്ട്, മയിൽപ്പീലി കണ്ണ്, പക്ഷെ ആ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുമോ? കാണാൻ സാധിക്കില്ല. ഇതേപോലെ ഓരോ അവയവങ്ങളും അങ്ങനെയാണെന്ന് പറയുന്നത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലകളെ കർണമാർഗത്തിൽ എത്തിയിട്ടില്ല എങ്കിൽ ആ മനുഷ്യൻ പട്ടിക്കും പന്നിക്കും ഒട്ടകത്തിനുമൊക്കെ തുല്യനാണ് എന്ന് പറയുന്നു. ആ ചെവികൾ വെറും തോടുകളായിട്ട് തീരുന്നു. തവളയുടെ നാവുകൾക്ക് തുല്യമാണ് ഭഗവാന്റെ നാമം ഉച്ചരിക്കാത്ത നാവുകൾ. ഇങ്ങനെ ആ പറഞ്ഞു പ്രത്യേകമായിട്ടുള്ള തലപ്പാവ്, ഗംഭീരമായിട്ടുള്ള വേഷവിധാനങ്ങളൊന്നും അണിഞ്ഞത് കൊണ്ടൊന്നും അവർ മനുഷ്യരാവുന്നില്ല എന്ന് അവിടെ സൂചിപ്പിക്കുന്നു. പിന്നെ ഭഗവാന്റെ നാമം കേൾക്കുമ്പോൾ യാതൊരു വികാരമില്ല. നമ്മൾ പറയില്ലേ, കരിങ്കല്ല് പോലെ ഇരിക്കുന്ന ആളുകൾ. തദശ്മസാരം ഹൃദയം വദേതം യൽ ഗൃഹ്യമാണേ ഹരിനാമധേ വികാരോ നേത്രേ ജലം യാത്രനുഭേഷു ഹർഷ. അപ്പോൾ ആ വികാരം ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവണോ? ആത്മഹർഷം നമ്മുടെ ഉള്ളിൽ ആനന്ദ കണ്ണീരായിട്ട് മാറും. ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഭാഗവതം കേട്ടിട്ട് എന്തിനങ്ങനെ കരയണത് എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. പക്ഷേ ഭാഗവതം തന്നെ പറയുന്നു, ഭഗവാന്റെ നാമം കേട്ടിട്ട് കല്ലുപോലെ കഠിനമായൊരു മനസ്സാണെങ്കിൽ അയാൾ ഭഗവാനിലേക്ക് എത്തുകയില്ല. രോമാഞ്ചമുണ്ടാവും, ആനന്ദബാഷ്പമുണ്ടാവും. ആരാധ്യനായ നമ്മുടെയൊക്കെ ആചാര്യനായിരിക്കുന്ന വെൺമണി കൃഷ്ണേട്ടൻ്റെ അച്ഛൻ, അദ്ദേഹം കഥ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് കുട്ടുകുട്ടെ ആ കണ്ണീരൊഴുകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് പ്രഭാഷണത്തിൽ മാത്രമല്ല, ഭാഗവതം സംസ്കൃതത്തിൽ യഥാവിധി വേണ്ട ശ്രദ്ധയോടും ഭക്തിയോടും കൂടി വായിക്കുന്ന ആളുകൾ വായിക്കുമ്പോൾ അത് കേൾക്കുന്ന ആളുകൾക്ക് കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകും. ആ അർത്ഥം മനസ്സിലാവുമ്പോൾ കരയണ നമ്പൂരി എന്ന് പോലും അദ്ദേഹത്തിനെ വിളിക്കാറുണ്ട്. അത്രേ അദ്ദേഹത്തിൻ്റെ കണ്ണീര് കാണുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് അത് അഭിനയമായിട്ട് തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ അറിഞ്ഞ ആളുകൾക്ക്, അലിവുള്ള ആളുകൾക്ക് കണ്ണുകൾ നിറഞ്ഞൊഴുകും. അപ്പോൾ ഇവിടെ പറഞ്ഞു, അങ്ങയുടെ മനസ്സിന് യോഗ്യമായത് ആ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന കഥാമൃതത്തെ ഞാൻ പറഞ്ഞു തരാം. ശിശുകൻ പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ശൗനകാദികൾ പറയാണ്, ആ പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തത് ഞങ്ങൾക്കും പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നീട് ആ ശ്രീശുക സാരസ്വതം എന്നുള്ള ഭാവത്തെ അല്ലെങ്കിൽ ആ ഭാഗത്തെ നമ്മൾ കാണുന്നത്. നമപരസ്മൈ പുരുഷായ ഭൂയസേ സദുദ്ഭവസ്ഥാന നിരോധലീലയാ ഗൃഹീത ശക്തിത്രതയായ ദേഹിനാമന്തർഭവായാനുപലക്ഷ്യവർത്തനെ തസ്മൈ സുഭദ്രശ്രവസേ നമോ നമ. ആ പുണ്യകീർത്തിയായ അങ്ങക്ക് നമസ്കാരം. സുഭദ്രശ്രവസാണ് ഇവിടുന്ന്. എന്നിട്ട് അവസാനം എന്താ പറയുന്നത്? ഭൂതേ മഹദ്ഭിരയൈമാപുരോ വിഭുർ നിർമായശേതമൂഷു പുരുഷ ഭുക്തേ ഗുണാൻ ഷോഡശാത്മക സോലം കൃഷീഷ്ട ഭഗവാൻ വചാംസിമി. ഈ ദേഹത്തെ സൃഷ്ടിച്ച് അതിൽ അന്തര്യാമിയായിരുന്ന 16 വികാരങ്ങൾക്ക് പ്രേരകനായി അവയെ പ്രകാശിപ്പിക്കുന്ന ആ ഭഗവാൻ എൻ്റെ വാക്കുകളെ അലങ്കരിക്കട്ടെ. നമ്മൾ വിചാരിക്കും ഇത് എൻ്റെ കഴിവാണെന്ന്. ഒരിക്കലും അല്ലാതെ പറയുന്നത്. നാവിൽ ചെറിയ ഒരു മുറിവ് വന്നാൽ മതി, അക്ഷരം പുറത്തേക്ക് വരില്ല അല്ലേ? ചെവിയിൽ എന്തെങ്കിലും ഒരു അടച്ചൽ വന്നാൽ മതി, ഒരു വസ്തു പോലും നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. കൈ അനക്കാൻ വയ്യ അല്ലേ? ഒരു പ്ലാവിലെ മാറ്റിയിട്ടുണ്ടെങ്കിൽ പോലും പറ്റാത്ത അവസ്ഥകളുണ്ടാവും. എന്തുകൊണ്ടാണ്? ഭഗവാനെ ഭജിക്കുന്നില്ല വേണ്ട പോലെ. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ശ്രീശുക ബ്രഹ്മർഷി അറിവിൻ്റെ അറിവായിരിക്കുന്ന അദ്ദേഹം പോലും പ്രാർത്ഥിക്കുന്ന എന്താ? ഭഗവാനെ എന്നെ അനുഗ്രഹിക്കണേ. സ്വലം വിശിഷ്ട ഭഗവാൻ വചാംസി എന്ന് അവിടെ പറഞ്ഞു കൊടുത്തു. പിന്നീട് ആ നാരദ മഹർഷിക്ക് ബ്രഹ്മാവ് ഭാഗവതം
ഉപദേശിച്ചു കൊടുത്തതാണ് പിന്നീട് പറഞ്ഞത്. ഇത് ആദ്യം ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തതായിട്ട് പറഞ്ഞു. അപ്പോൾ ആ ശ്രീശുക ബ്രഹ്മർഷിക്ക് വേദവ്യാസം പറഞ്ഞു കൊടുത്തതായിട്ട് പറഞ്ഞു. വേദവ്യാസന് നാരദൻ പറഞ്ഞു കൊടുത്തത് അത് മുമ്പ് പറഞ്ഞു. അപ്പൊ ഈ നാരദൻ ആരാ പറഞ്ഞു കൊടുത്തത് എന്നാണെങ്കിൽ അത് ബ്രഹ്മാവാണ് പറഞ്ഞു കൊടുത്തത്. ഭാഗവതത്തെക്കുറിച്ച്, ഭാഗവത ധർമ്മത്തെക്കുറിച്ച് ബ്രഹ്മാവിന് 4 ശ്ലോകങ്ങളെ കൊണ്ട് അറിയാൻ സാധിച്ചത് ബ്രഹ്മാവ് നാരദന് പറഞ്ഞു കൊടുത്തപ്പോഴേക്കും 3 അധ്യായങ്ങളായി. സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, മൂതി, മന്വന്തരം, ഈശാനുഗത, നിരോധം, മുക്തി, ആശ്രയം എന്നിങ്ങനെയുള്ള 10 ലക്ഷണങ്ങളോടുകൂടിയ ശ്രീമദ് ഭാഗവതം എന്തുകൊണ്ടാണ് ബ്രഹ്മാവ് നാരദന് പറഞ്ഞു കൊടുത്തത്? നാരദ മഹർഷി ഒരിക്കൽ സത്യലോകത്ത് വന്നിട്ട് പറഞ്ഞു, അങ്ങാണ് സൃഷ്ടിയുടെ കർത്താവ് എന്ന് ഞാൻ മനസ്സിലാക്കണം. എന്നാൽ അങ്ങും പല സന്ദർഭങ്ങളിൽ ധ്യാനനിരതനായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അങ്ങ് മറ്റൊരാളെ ആശ്രയിക്കുന്നു, മറ്റൊരാളെ സ്തുതിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ അങ്ങയാൽ അനുശാസിതനായി എങ്ങനെ ഇതറിയും എന്ന് ഞാൻ ചോദിക്കുകയാണ്. കാരണം എനിക്കിത് അറിയാൻ ആഗ്രഹമുണ്ട്. അങ്ങും ആരാധിക്കുന്ന ആ മൂർത്തിയെ അറിയാനായിട്ട് താല്പര്യമുണ്ട്. ബ്രഹ്മാവ് പറഞ്ഞു, നീ ചോദിച്ച ചോദ്യം വളരെ നന്നായി. കാരണം എന്താ, എനിക്ക് ഭഗവാന്റെ കഥകൾ പറയാനുള്ള ഒരവസരം നീ ഉണ്ടാക്കി തന്നിരിക്കുന്നു. ഇതൊക്കെ സജ്ജനങ്ങളുടെ സ്വഭാവമാണ്. അല്ലാതെ നീ അങ്ങനെ ചോദിച്ചു ഞാൻ പറഞ്ഞു തരാം എന്ന് പറയുന്ന അഹങ്കാരം ബ്രഹ്മാവിന്റെ വാക്കുകളിൽ ലവലേശമില്ല. നീ പറഞ്ഞില്ലേ എനിക്ക് സൃഷ്ടി ചെയ്യാനുള്ള ശക്തിയുണ്ടെന്ന്. പക്ഷേ ഈ ശക്തി എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അത് ഭഗവാൻ എനിക്ക് അനുഗ്രഹിച്ചു നൽകുന്നതാണ്. ആരുടെ മായ കൊണ്ടാണോ മോഹിതരായി നിങ്ങൾ എന്നെ ജഗദ്ഗുരു എന്ന് വിളിക്കുന്നത്, ആ ഭഗവാനാണ് എൻ്റെ ശക്തി. ആ ഭഗവാന്റെ മായ കൊണ്ടാണ് നിങ്ങൾക്ക് ബ്രഹ്മാവാണ് സൃഷ്ടികർത്താവ് എന്ന് തോന്നുന്നത്. സത്യത്തിൽ അതല്ല. ഭഗവാൻ സൃഷ്ടിക്കുന്നതിനെ ഞാൻ കാണിച്ചു കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇരുട്ടത്ത് കിടക്കുന്ന ഒരു വസ്തുവിനെ പ്രകാശം വന്ന് അതിൽ പതിക്കുമ്പോൾ അതിൽ തെളിഞ്ഞു കാണുന്നത് പോലെ ഭഗവാൻ സൃഷ്ടിച്ചതിനെ ഞാൻ സൃഷ്ടിച്ചു എന്ന് തോന്നും എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ പ്രപഞ്ച വിവരണം കൊടുത്തു. വിശ്വപ്രപഞ്ചത്തെക്കുറിച്ച് അവിടെ വന്നിങ്ങനെ സൂചിപ്പിച്ചു ബ്രഹ്മാവ്. എന്നിട്ട് പറഞ്ഞു ആ അവതാര കഥ അവിടെ പറയുകയാണ്. നമ്മൾ നേരത്തെ തുടക്കത്തിൽ ഈ ഭാഗവതത്തിലുടനീളം ഇത്തരത്തിൽ ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ച് എവിടെയൊക്കെ പറയാൻ സാധിക്കും അവിടെയൊക്കെ പറയുന്നത് കേൾക്കാൻ സാധിക്കും. വരാഹമൂർത്തിയായിട്ട്, ഭഗവാൻ കപിലവാസുദേവനായിട്ട്, അതേപോലെ ദത്താത്രേയനായിട്ട്, പൃഥു മഹാരാജാവായി, ഋഷഭനായി, പിന്നെ നമുക്ക് സ്ഥിരം പരിചയമുള്ള മത്സ്യകൂർമാദി അവതാരങ്ങളെക്കുറിച്ചൊക്കെ പറയും. ഇവിടെ ബ്രഹ്മാവും അത് പറഞ്ഞു. ഭഗവാൻ ഭൂമിയെ ഉദ്ധരിക്കാൻ വരാഹമായിട്ട് അവതരിച്ചു. രുചിയിൽ ആകൂതിയുടെ പുത്രനായി സുയജ്ഞൻ എന്ന പേരിൽ അവതരിച്ചു. കർദമന്റെ ഗൃഹത്തിൽ ദേവഭൂതിയിൽ കപിലവാസുദേവനായിട്ട് അവതരിച്ചു. അത്രിയുടെ പുത്രനായിട്ട് ഭഗവാൻ ദത്താത്രേയൻ എന്ന പേരിൽ അവതരിച്ചു. ഇങ്ങനെ സനകൻ, സനന്ദൻ, സനൽകുമാരൻ തുടങ്ങിയ എൻ്റെ മാനസപുത്രന്മാരായി അവതരിച്ചത് ഭഗവാൻ നരനാരായണന്മാരായി ഭഗവാൻ അവതരിച്ചു. പിന്നെ ആ ധ്രുവന്റെ മുമ്പിൽ ഭഗവാൻ അവതരിച്ചു. പൃഥു എന്ന പേരിൽ അവതരിച്ചു. ഋഷഭദേവനായിട്ട് അവതരിച്ചു. ഇങ്ങനെ ഓരോ അവതാരങ്ങളെക്കുറിച്ചും പ്രത്യേകം ഒരധ്യായം കൊണ്ട് ഭഗവാന്റെ അവതാര വർണ്ണന. ഈ അവതാര വർണ്ണനയിൽ കൃഷ്ണാവതാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴോ കൃഷ്ണാവതാരത്തെക്കുറിച്ച് കൃഷ്ണനായി അവതരിച്ചു എന്ന് മാത്രം പറയല്ല ചെയ്തത്, മറിച്ച് ആ കൃഷ്ണനായി അവതരിച്ചപ്പോൾ ഭഗവാനാടിയ പൂതനാമോക്ഷം, ശകടാസുരവധം, തൃണാവർണവധം തുടങ്ങിയ കഥകൾ, കൽത്തുറുങ്കിനകത്തമ്മ കണികണ്ട ദിനം മുതൽ കാട്ടാളനെയ്തകണയാൽ കാൽപാദം വിണ്ട നാൾ വരെയുള്ള കഥകളെ അവിടെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഓരോ യുഗം കഴിയും തോറും ജനങ്ങൾ ബുദ്ധി കുറഞ്ഞ് വരുന്ന സന്ദർഭത്തിലാണ് സത്യവതിയുടെയും പരാശരന്റെയും പുത്രനായി ഭഗവാൻ വ്യാസനായി അല്ലെങ്കിൽ ദ്വൈവായനായി അവതരിച്ചത് എന്നും അവിടെ സൂചിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു ഇനി വരാൻ പോകുന്ന അവതാരങ്ങളെക്കുറിച്ചും ഇത്തരത്തിലൊക്കെ പറഞ്ഞു. എന്നിട്ട് അവസാനം എന്താ പറഞ്ഞത്? ഇദം ഭാഗവതം നാമയന്മേ ഭഗവതോദിതം സംഗ്രഹോയം വിഭൂതീനാം ത്വമേതദ് വിപുലീകുരു യഥാഹരോ ഭഗവതി നൃണാം ഭക്തിർഭവിഷ്യതി സർവാത്മന്യഖിലാധാരേ ഇതി സങ്കല്പ്യ വർണ്ണയ. ഭാഗവതം കയ്യിലെടുക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കേണ്ടുന്ന പരമമായ സത്യം, പരമമായ തത്വം ആണ് ബ്രഹ്മാവ് ഈ പറഞ്ഞത്. എന്താ? ആ ഭഗവാനെ കുറിച്ച് ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു. കാര്യമോ കാരണമോ ഒന്നുമില്ലാതെ
കാരുണികനും കാരണാതീതനുമായ ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് ലോകത്തിലൊന്നുമില്ല എന്ന് മനസ്സിലാക്കുക. ഭഗവാൻ എനിക്ക് ഉപദേശിച്ചു തന്ന ഭാഗവതം, അതാണ് പറയുന്നത്. ഇതം ഭാഗവതം നാമ എന്മേ ഭഗവതോദിതം സംഗ്രഹോയം വിഭൂതീനാം. ഇതിനെ, ആ വിഭൂതിയുടെ സാരത്തെ ഞാൻ പറഞ്ഞു, ഇത് ലോകത്തിൽ വിപുലീകരിക്കുക, വിപുലീകരിക്കും. എന്നിട്ട് എങ്ങനെ വിപുലീകരിക്കണം എന്നാണ് പറഞ്ഞത്? എങ്ങനെയായാൽ ആ ഭഗവാനിൽ ഭക്തി വർദ്ധിക്കും, അതിനാണ് പ്രാധാന്യം. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ പാട്ടുപാടും, ചിലപ്പോൾ ആട്ടപാടിയെന്ന് വരും, ചിലപ്പോൾ കൈകൊട്ടിയെന്ന് വരും, ഉറക്കെ ആ അട്ടഹാസം മുഴക്കിയെന്ന് വരും, ഇല്ലേ? ചിലപ്പോൾ നരസിംഹാവതാര സമയത്ത് പ്രഭാഷകൻ ചിലപ്പോൾ നരസിംഹമായി മാറും, താതാത്മ്യം പ്രാപിച്ചു എന്നൊക്കെ വന്നേക്കാം. അതിൻ്റെ ലക്ഷ്യം എന്താണ്? അത് കേവലം ഒരു നാടകാഭിനയമല്ല, മറിച്ച് അവിടെ ഭഗവാനിൽ ഭക്തി ഉണ്ടാക്കുക ശ്രോതാക്കളിൽ. ഇതാണ് ലക്ഷ്യം. അത് അന്ന് ബ്രഹ്മാവ് നാരദനെ ഉപദേശിച്ചതാണ്. അങ്ങനെ പറഞ്ഞു, ഈ ഭഗവാന്റെ ലീലകളെ കേൾക്കുക, വർണ്ണിക്കുക, അനുമോദിക്കുക ഒക്കെ ചെയ്താൽ പിന്നെ മായയുടെ ആ ബന്ധനങ്ങളിൽ നിന്ന് മോചനം നേടാനായിട്ട് സാധിക്കും എന്നും അവിടെ സൂചിപ്പിച്ചു. പിന്നീട് പരീക്ഷിത്ത് ശിശുബ്രഹ്മർഷിയുടെ അടുത്ത് നിരവധി ചോദ്യങ്ങൾ ചോദിച്ചു. ദ്വിതീയ സ്കന്ധത്തിലെ 8-ാമത്തെ അധ്യായം കൃഷ്ണാധ്യായി എന്നാണ് അവിടെ പറയുക. ആ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് പിന്നെ പറഞ്ഞു, ഭഗവാൻ ബ്രഹ്മാവിന് എങ്ങനെയാണ് ഭാഗവതം ഉപദേശിച്ചത്. ഭഗവാന്റെ നാഭീപത്മത്തിൽ നിന്നും ഉയർന്നു വന്ന ഹിരണ്യഗർഭനായിരിക്കുന്ന ബ്രഹ്മാവ് തൻ്റെ കാരണമന്വേഷിച്ച് ആ താമരത്തണ്ടിലൂടെ താഴേക്ക് ഇറങ്ങി പോയി കുറേ ദൂരം സഞ്ചരിച്ചു. അതിൻ്റെ അറ്റം കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അവസാനം എന്ത് ചെയ്തു? തിരിച്ചു വന്ന് ആ പത്മത്തിലിരിക്കുമ്പോൾ തപത്തപ എന്ന ശബ്ദം കേട്ടു. ആ ശബ്ദം തന്നെ തപസ് ചെയ്യാൻ ഭഗവാന്റെ നിർദ്ദേശമാണെന്ന് മനസ്സിലാക്കി തപസ് ചെയ്തു. ആ തപസ്സിനൊടുവിൽ ഭഗവാൻ വൈകുണ്ഠത്തെ ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് ബ്രഹ്മാവിനോട് പറഞ്ഞു, അങ്ങ് സൃഷ്ടി ചെയ്യൂ എന്ന് പറയുക. അങ്ങനെ സൃഷ്ടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റേത്, ഞാൻ എന്നുള്ള ചിന്തയുണ്ടാവും, അഹന്തയും മമതയും ഉണ്ടാവും. അത് ഇല്ലാതിരിക്കാൻ വേണ്ടി ഭഗവാൻ ബ്രഹ്മാവിനെ ഉപദേശിച്ചു കൊടുത്തതാണ് ചതുശ്ലോകി ഭാഗവതം. അഹമേവാസമേവാഗ്രേ നാന്യജ്ഞൻ സദസത്വരം പശ്ചാദഹം യഥേതച്ചായോപശിഷ്യേത സ്വസ്മ്യഹം ഹൃദയർത്ഥം യത് പ്രതീയേത ന പ്രതീയേതാത്മനി തദ്വിദ്യാദാത്മനോമായ യഥാഭാസോ യഥാതമ യഥാ മഹാന്തിഭൂതാനി ഭൂതേഷു ചാവതേഷു ന പ്രവിഷ്ടാന്യപ്രവിഷ്ടാനി തഥാ തേഷു നേഷ്വഹം ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുന ആത്മന അന്വയ വ്യതിരേകാഭ്യാം യസ്യാൽ സർവത്ര സർവദാ. ഇങ്ങനെ 4 ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ തൻ്റെ ഭാഗവത തത്വത്തെ, ഭാഗവത മാഹാത്മ്യത്തെ, ഭാഗവത ധർമ്മത്തെ അവിടെ അവതരിപ്പിച്ചു. എന്താ അവിടെ പറയണത്? ആദ്യം ഞാൻ തന്നെ ഉണ്ടായി, സ്ഥൂലമോ സൂക്ഷ്മമോ അവയ്ക്ക് കാരണമായിരിക്കുന്നത് ഒന്നും തന്നെ ഉണ്ടായില്ല. സൃഷ്ടിക്ക് ശേഷവും ഞാൻ മാത്രമേ ഉള്ളൂ. പ്രപഞ്ചവും ഞാൻ തന്നെയാണ്. ആത്മാവിൽ വാസ്തവത്തിൽ ഇല്ലെങ്കിലും മിഥ്യാപ്രപഞ്ചം കൊണ്ട് തോന്നുന്നതും സത്താണെങ്കിലും ആത്മതത്വം പ്രകാശിക്കാതിരിക്കുന്നതും എൻ്റെ മായയാണ് എന്ന് മനസ്സിലാക്കുക. എൻ്റെ മായ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. 2 ചന്ദ്രന്മാരില്ല, പക്ഷേ ആകാശത്തുള്ള ചന്ദ്രനെ ഭൂമിയിലെ ജലപാത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 2 ചന്ദ്രനുണ്ട് എന്ന് നമുക്ക് തോന്നാം. ഇതേപോലെയാണ് ഈ ലോകം മിഥ്യയാണ് എന്ന് മനസ്സിലാക്കുക. ഭൗതിക വസ്തുക്കളിൽ സൃഷ്ടിക്ക് ശേഷം ഉത്കൃഷ്ടതയും നികൃഷ്ടതയും കാണുന്നു. പ്രവിഷ്ടങ്ങളെന്നും അപ്രവിഷ്ടങ്ങളെന്നും വിശേഷിപ്പെടുന്നു. പക്ഷേ ഞാൻ എല്ലാത്തിലും ഒരേപോലെ മിന്നിത്തിളങ്ങുന്നതാണ്. ഞാൻ തന്നെയാണ് സകലതും. അപ്പം നികൃഷ്ടമായതോ ഏറ്റവും ശ്രേഷ്ഠമായതോ ഇല്ല, നല്ലതും ചീത്തയും ഇല്ല. സത്യത്തിൽ എല്ലാം ഒന്ന് തന്നെ എന്ന ബോധ്യത്തിലേക്ക് എത്തും. അപ്പം അതുകൊണ്ട് ഈ പരമാത്മ തത്വം, ഈ തത്വത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ആ ഭഗവത് ഭക്തി കൊണ്ട് സ്വാധീനമാവും എന്നും അവിടെ പറഞ്ഞു. അങ്ങയുടെ മനസ്സിനെ ഏകാഗ്രമാക്കി എന്നെ മാത്രം വിചാരിച്ചുകൊണ്ട് സൃഷ്ടി ചെയ്താൽ അങ്ങക്ക് അഹന്തയും മമതയും ഉണ്ടാവില്ല. ഭഗവാൻ അവിടുന്ന് അന്തർധാനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ആ ബ്രഹ്മാവിനെ ചതുശ്ലോകി ഉപദേശിച്ചത് പറഞ്ഞു. പിന്നീട് ദ്വിതീയ സ്കന്ധത്തിൻ്റെ അവസാനത്തിൽ ഭാഗവതത്തിൻ്റെ 10 ഭാവങ്ങളെ, ഓരോ സ്കന്ധത്തിൻ്റെയും തൃതീയ സ്കന്ധം മുതൽ 12 സ്കന്ധം വരെയുള്ള 10 സ്കന്ധങ്ങളിൽ 10 ലക്ഷണങ്ങളെ കാണിച്ചു. സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതി, മന്വന്തരം, ഈശാനുകഥ, നിരോധം, മുക്തി, ആശ്രയം. സർഗം ഭഗവത് സൃഷ്ടി,
ഭഗവത് സൃഷ്ടമായതിനെ ബ്രഹ്മാവ് കാണിച്ചു തരുന്നു. അതിന് വിസർഗം എന്ന പേര്. സർഗം, വിസർഗം, സ്ഥാനം. ഈ ഭൂമിയാകുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ സ്ഥാനം അത് ഭഗവാൻ തന്നെയാണ് എന്ന് ബോധ്യത്തിലേക്ക് എത്തുന്നത് പദ്യവസ്കന്ധത്തിൽ ആ സ്ഥാനം എന്ന ലക്ഷണത്തിലൂടെ. പോഷണം, തത് അനുഗ്രഹം, ഭഗവാന്റെ അനുഗ്രഹമാണ് പോഷണം. അതിൽ ആ സമയത്താണ് ഷഷ്ഠസ്കന്ധത്തിൽ അജാമിളൻ്റെ കഥയും വൃത്രാസുരൻ്റെ കഥയൊക്കെ കേൾക്കുക. പിന്നെ ഊതി, കർമ്മവാസനകൾ ഒരേ കുടുംബത്തിൽ തന്നെ മാറി മാറി വരുന്നു. ഹിരണ്യകശിപുവും പ്രഹ്ലാദനും ഒരേ കുടുംബത്തിൽ അച്ഛനായും മകനായും പിറന്ന ആളാണ്. ഒരാൾ ഭഗവാനെ ദ്വേഷിച്ചു, മറ്റൊരാൾ ഭഗവാനെ സ്നേഹിച്ചു. മന്വന്തരം, ഓരോ മന്വന്തരത്തിലും ഭഗവാന്റെ അവതാരങ്ങൾ, ഭഗവാന്റെ ആ അവതാരത്തിന് കാരണമായിരിക്കുന്ന സംഭവങ്ങളൊക്കെ മന്വന്തരം എന്ന 8ാമത്തെ സ്കന്ധത്തിൽ പറഞ്ഞിരുന്നു. ഈശാനുകഥയാണ് 9ാം സ്കന്ധത്തിൻ്റെ ലക്ഷണം. ഈശ്വരനെ അനുയാത്ര ചെയ്ത സൂര്യവംശത്തിലെയും ചന്ദ്രവംശത്തിലെയും രാജാക്കന്മാരുടെ കഥ. അതിൽ തന്നെ ഭഗവാന്റെ ആ രാമാവതാരം സൂര്യവംശത്തിലും കൃഷ്ണാവതാരം ചന്ദ്രവംശത്തിലും. നിരോധം ലയമാണ്. അപ്പോൾ ഭഗവാനിലേക്ക് ലയിച്ചു ചേരുന്ന നിരവധി കഥകൾ. അത് ചിലപ്പോൾ വധത്തിലൂടെയാവാം, ചിലപ്പോൾ സ്നേഹത്തിലൂടെയാവാം, ചിലപ്പോൾ ദേഷ്യത്തിലൂടെയാവാം ഭഗവാനിലേക്ക് എത്തിച്ചേരുക. ദശമസ്കന്ധം. അത് കഴിഞ്ഞാൽ മുക്തിസ്കന്ധമായിരിക്കുന്ന 11ാദശ സ്കന്ധം. പിന്നീട് ആശ്രയം, ഏകാശ്രയം ഭഗവാനാണെന്ന് കാണിക്കുന്ന 12ാദശ സ്കന്ധം. ഇങ്ങനെയാണ് 10 ലക്ഷണങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ തനിക്ക് പോലും ഏകാശ്രയം തൻ്റെ പാതാരബിന്ദങ്ങളാണെന്ന് കാണിക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ ദിവ്യമായ ആ ആലിലകൃഷ്ണൻ്റെ രൂപം വർണ്ണിച്ചുകൊണ്ടാണ് നമ്മൾ 12ാദശ സ്കന്ധം സമർപ്പിക്കുക. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം എന്ന രീതിയിൽ പാതാരവിന്ദത്തെ കരത്തിലാക്കി മുഖാരവിന്ദത്തോട് ചേർത്ത് വെച്ച് ആലിനിലയിൽ മരുവുന്ന ബാലൻ മുകുന്ദനെ ഞാൻ മനസ്സാസ്മരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കണ്ഡേയ മഹർഷിയുടെ ആ കഥയിലൂടെ നമ്മൾ അതും ഭാഗവതകാരൻ കേൾപ്പിക്കുന്നു. അപ്പോൾ ഈ 2ാം സ്കന്ധം നമ്മൾ സമർപ്പിക്കുകയാണ്. 3ാം സ്കന്ധത്തിൽ വിതുര ഉദ്ധവ സംവാദ രൂപത്തിൽ ആദ്യത്തെ 4 അധ്യായങ്ങൾ. പിന്നീട് ഉദ്ധവന്റെ നിർദ്ദേശാനുസരണം ഹരിദ്വാറിലെത്തി മൈത്രേയനെ കാണുന്ന ആ വിതുരമഹാശയൻ മൈത്രേയനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, അതിനുള്ള മറുപടി. ആ മറുപടിയിലാണ് നമ്മൾ വരാഹാവതാര രംഗം ഇപ്പോൾ അനുസ്മരിച്ചത്. ഇപ്പോൾ നിർത്തുന്നു. 15 മിനിറ്റിന് ശേഷം വീണ്ടും പാരായണം ആ മനുകർദ്ദമ സംവാദം വരെ എത്തിക്കഴിഞ്ഞാൽ ഈ വരാഹാവതാരം തുടങ്ങിയ ഭാഗങ്ങളൊക്കെ അനുസ്മരിക്കാം. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നതെന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.